കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ആർക്കായിരിക്കുന്നു? ഓപ്ഷൻസും കൊടുത്തിരുന്നു. ഒന്ന് ഭർത്താവിന്, രണ്ട് ഭാര്യയ്ക്ക്, സിംഗിൾ ഫാദർ. എന്ത് കാരണം? മരണം കൊണ്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് കൊണ്ടോ ആവാം, അല്ലെങ്കിൽ സിംഗിൾ മദർ. ഈ 4 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എഫേർട്ടും ചോദിച്ചതിൽ പലരും ഭർത്താവിനാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ആർക്കായിരിക്കും കൂടുതൽ എഫേർട്ട് ഉണ്ടാവുക എന്നുള്ളത്. ശരിക്കും ഒരു ഭാര്യ ഭർത്താവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു കുടുംബത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന തകർച്ചകൾ സ്വന്തം മക്കളുടെ മാനസിക നിലയെ വരെ ബാധിക്കും എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടുപേരും പിരിയാം. അതല്ലെങ്കിൽ മരണം കൊണ്ട് രണ്ടുപേരും ഒറ്റക്കായിന്ന് വരും. അങ്ങനെ നിങ്ങളൊരു സിംഗിൾ ഫാദർ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ചിലപ്പോൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കുടുംബകാര്യം നോക്കാൻ ഒരു ജോലിക്കാരെ വെക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവാം. അതല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ആണ് ഒട്ടുമിക്ക ആളുകളും പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന സംഭവം. പക്ഷെ ഒരു സിംഗിൾ മദർ എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് അതിലും അപ്പുറത്തേക്കാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ആയിട്ട് നിന്ന ഡിവോഴ്സ് ക്യാമ്പയിൻ എന്നൊരു സംഭവം ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും വിചാരിക്കും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡത്തോടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഡിവോഴ്സ് ക്യാമ്പയിനിൽ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത്രയും മാനസിക നിലയെ അവർക്ക് ഓവർകം ചെയ്യാൻ ആ ഒരു ക്യാമ്പയിൻ കൊണ്ടും ആ ഒരു കൂട്ടായ്മ കൊണ്ടും സാധിക്കും. പക്ഷേ ഈ ഒരു ജീവിതത്തിൽ മുന്നോട്ട് ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും ഷൈനിയെ പോലുള്ള പല അമ്മമാരും സ്വന്തം ഭർത്താവിൻ്റെ പീഡനം സഹിക്കാതെയൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും നിങ്ങൾക്ക് മുമ്പ് 2 മക്കളെയും കൂട്ടി ട്രെയിനിൻ്റെ മുന്നിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഷൈനിയെ പല മലയാളികൾ മറക്കാൻ സാധ്യതയൊന്നുമില്ല. ഒരു നേഴ്സായിട്ടുള്ള ഷൈനിക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള സിറ്റുവേഷനിൽ എത്തിച്ചു വരുത്തിയത് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത വായ്പയായിരുന്നു. സാമ്പത്തികമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മാനസികമായിട്ട് അവർക്ക് ഒരു തുണ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും ആ ഒരു ഷൈനി മക്കളെയും കൂട്ടി ജീവിക്കുമായിരിക്കും. ഇതുപോലെ ജീവിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് അറൗണ്ടിൽ. അവർ വീട്ടിലത്തെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും അവരെ മാനസിക ശാരീരിക നില എല്ലാം നോക്കുന്നതോടുകൂടി സമൂഹത്തിന്റെ സംസാരങ്ങളും അതിൽ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ കിട്ടുന്ന കുത്തുവാക്കുകൾ പോലും സഹിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുകൊണ്ട് വരുമ്പോൾ ഡിവോഴ്സ് പോലുള്ള ക്യാമ്പയിനിലൂടെ സുഖമായിരിക്കും ലൈഫ് എന്ന് ചിന്തിക്കുന്നവരും ഇതുപോലുള്ള കഷ്ടപ്പാടുകൾ ഒന്ന് ഓർത്താൽ നല്ലത്. ഡിവോഴ്സ് എന്നത് ഒരിക്കലും എളുപ്പത്തിലുള്ള വഴിയൊന്നല്ല. ജീവിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് സംസാരങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പോട് വേണം മുന്നോട്ട് പോകാൻ എന്ന് മാത്രം.